സ്റ്റുഡൻസ് ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നത് ഐശ്വര്യ മിസ് എടുത്തതിൻ്റെ ബാക്കിയാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. ഐശ്വര്യ മിസ് 3rd മൊഡ്യൂൾ എടുത്തുകൊണ്ടിരിക്കുന്നതായിരുന്നു. അതിനകത്ത് ഇനി പമ്പും കൂടിയാണ് എടുക്കാനിരിക്കുന്നത്. അതിൽ 2 പമ്പിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ പമ്പ് എന്താണെന്ന് പറഞ്ഞ് നോക്കുമ്പോഴത്തേക്കും ഫ്ലൂയിഡ് ഫ്ലോ വന്നിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇലക്ട്രിക്കൽ എനർജി കൊടുത്തിട്ട് നമ്മൾ മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറ്റുന്ന ഒരു ഡിവൈസാണ് പമ്പ് എന്ന് പറഞ്ഞത്. അതിൽ ഫസ്റ്റ് വൺ നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നത് റൂട്ട് ബ്ലോയേഴ്സ് എന്ന് പറഞ്ഞ ഒരു പമ്പാണ്. ആ റൂട്ട് ബ്ലോയേഴ്സ് എന്ന് പറഞ്ഞ പമ്പ് വർക്കാകുന്ന പ്രിൻസിപ്പൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് പ്രിൻസിപ്പൽ വെച്ചിട്ടാണ് വർക്കാകുന്നത്. അതായത് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് അതിൻ്റെ പ്രിൻസിപ്പൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൂയിഡ് വന്നിട്ട് എന്താകണേണ് ഒരു ഫിക്സ്ഡ് വോള്യൂമിൽ വന്നിട്ട് ഒരു എൻക്ലോസിങ് ചാമ്പറിൻ്റെ ഉള്ളിൽ മൂവിങ് ആകുന്നുണ്ട്, മെക്കാനിക്കലി ആയിട്ട് മൂവ്മെൻറ്റ് ആകുന്നതാണ് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പ് എന്ന് പറയുന്നത്. അതായത് ഇറ്റ് മൂവ്സ് എ ഫ്ലൂയിഡ് ബൈ റിപ്പീറ്റഡ്ലി എൻക്ലോസിങ് എ ഫിക്സ്ഡ് വോള്യൂം ആൻഡ് മൂവിങ് ഇറ്റ് മെക്കാനിക്കലി ത്രൂ ദ സിസ്റ്റം എന്ന് പറഞ്ഞതാണ് റൂട്ട് ബ്ലോയേഴ്സിൻ്റെ പ്രിൻസിപ്പൽ എന്ന് ആദ്യം എഴുതുക. ഞാൻ നിങ്ങൾക്ക് ഇത് ഫോട്ടോ എടുത്തിട്ട് അയച്ചു തരാം കേട്ടോ. ഇപ്പോൾ റൂട്ട് ബ്ലോയേഴ്സിൻ്റെ കൺസ്ട്രക്ഷൻ എന്താണെന്ന് നോക്കാം. റൂട്ട് ബ്ലോയറിൻ്റെ ഇത് വന്നിട്ട് അതായത് ഇതിനകത്ത് ഒരു ഡിസ്ചാർജ് വാൽവ് ഒന്നുമില്ല. ബൈ മെക്കാനിക്കൽ പ്രൊപ്പല്ലിംഗ് ആക്ഷൻ എന്ന് പറഞ്ഞിരിക്കണം കണ്ട. ആ പ്രൊപ്പല്ലിംഗ് ആക്ഷൻ എന്ന് പറയുന്നത് സം മെക്കാനിക്കൽ മൂവ്മെൻറ്റ്സ് ഉള്ളത് വെച്ചിട്ട് എന്താവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസ് വന്നിട്ട് അതായത് വാക്യൂം വന്നിട്ട് ഫ്ലോ ആകുന്നല്ലാതെ വല്ല വാൽവുകളൊന്നും ഇതിനകത്ത് ഉണ്ടാകത്തില്ല. അതിനെയാണ് നമ്മൾ റോട്ടറി ബ്ലോയേഴ്സ് എന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. ഇതിൽ വന്നിട്ട് റോട്ടറി ബ്ലോയേഴ്സിനകത്ത് എന്തുണ്ടാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ലോബേഴ്സ് ഉണ്ടാകും. ഈ 8 പോലെ കാണിച്ചിരിക്കണ കണ്ട, ഇതാണ് റോട്ടറി ബ്ലോവേഴ്സ് എന്ന് പറഞ്ഞത്. ഇത് ഒരെണ്ണം വന്നിട്ട് ക്ലോക്ക് വൈസിലും ഇനി ഒരെണ്ണം വന്നിട്ട് ആൻറ്റി ക്ലോക്ക് വൈസിലും കറങ്ങുന്നത് പോലെ ആയിരിക്കും നമുക്ക് കാണുന്നത്. അതിൽ ഒരെണ്ണത്തിന് മാത്രം നമ്മൾ എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ ഷാഫ്റ്റോടെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ഇനിയൊരെണ്ണം വന്നിട്ട് നമ്മൾ കറങ്ങാനായിട്ട് എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേതിൻ്റെ ഗിയർ മെക്കാനിസത്തിൻ്റെ കൂടെ ആയിരിക്കും കണക്ഷൻ ചെയ്തിരിക്കുന്നത്. അതായത് ഒരു ലോബർ മാത്രമുള്ളൂ ഷാഫ്റ്റോടെ കണക്റ്റഡ് ആയിരിക്കുന്നത്. ഇനിയൊരു ലോബർ കറങ്ങുന്നത് എതിൽ കൂടിയാണെന്ന് പറഞ്ഞാൽ ഗിയർ മെക്കാനിസത്തിൽ കൂടിയാണ്. അല്ലാതെ ഇത് ഒന്നിനെ വന്നിട്ട് കോണ്ടാക്റ്റ് ഒന്നുമില്ല. ഈ റൗണ്ടായിട്ട് ഇരിക്കുന്ന ഈ സാധനത്തിനെയാണ് നമ്മൾ ഹൗസിങ് അല്ലെങ്കിൽ കേസിംഗ് എന്ന് വന്നിട്ട് പറയുന്നത്. ഈ കേസിങ്ങിൻ്റെ ഉള്ളിലായിരിക്കും എന്ത് കറങ്ങണം എന്ന് പറഞ്ഞാൽ ഈ ലോബർ അല്ലെങ്കിൽ ഇംപെല്ലാർ എന്ന് പറയും, അല്ലെങ്കിൽ റോട്ടേഴ്സ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഈ 8 പോലെ ഇരിക്കുന്ന സാധനം ഒരെണ്ണം ക്ലോക്ക് വൈസും ഇനിയൊരെണ്ണം ആൻറ്റി ക്ലോക്ക് വൈസുമായിരിക്കും കറങ്ങുന്നത്. ഇപ്പോൾ ഈ പടത്തിൽ കാണിച്ചിരിക്കുന്നത് വെച്ചിട്ട് റൈറ്റ് സൈഡിൽ കൂടി, അതായത് നിങ്ങൾ കാണുമ്പോഴത്തേക്കും റൈറ്റ് സൈഡിൽ കൂടി ഇൻലെറ്റും ലെഫ്റ്റ് സൈഡിൽ വന്നിട്ട് ഔട്ട്ലെറ്റും പോലെയാണ് കാണിച്ചിരിക്കുന്നത്. ഇത് നേരെ തിരിച്ചിട്ടാണ് അടുത്ത പടത്തിനകത്ത് കാണിച്ചു വരുന്നത്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ ഇൻലെറ്റിൽ വരുമ്പോഴത്തേക്കും എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൈറ്റ് സൈഡിൽ കൂടി ഗ്യാസ് വന്നിട്ട് എൻറ്റർ ആകുമ്പോഴത്തേക്കും അടിയിലിരിക്കുന്ന ലോബർക്കും മേലിലിരിക്കുന്ന ലോബർക്കും ഇടയിൽ ഗ്യാസ് വന്നിട്ട് കയറും. ഗ്യാസ് കയറുമ്പോഴത്തേക്കും ഒരു പ്രഷർ ആക്ഷൻസ് വരുമ്പോഴത്തേക്കും എന്താകും, അതുപോലെ റോട്ടർ വന്നിട്ട് നമ്മൾ ഷാഫ്റ്റ് വെച്ചിട്ട് കറക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ കറങ്ങുമ്പോഴത്തേക്കും ഇതിലെ കൂടി കയറിയ ഗ്യാസ് വന്നിട്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ പടത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ വന്നിട്ട് എന്താകും, അടിയിലുള്ള താഴെ ഇരിക്കുന്ന ലോബറിൻ്റെ അവിടെ വന്നിട്ട് കയറും. എന്നിട്ട് അഗെയിൻ റൊട്ടേഷൻസ് ആകുന്നത് വെച്ചിട്ട് ഇത് ഔട്ട്ലെറ്റിലിട്ട് കൂടി നമുക്ക് പുറത്തേക്ക് പോകും. അതേസമയത്ത് ഏറ്റവും മേലിലും നമുക്ക് ഒരു ഗ്യാസ് വന്നിട്ട് ഫില്ലപ്ഡ് ആയിട്ടുണ്ടാകും. ആ ഗ്യാസും കൂടി അടുത്ത ഒരു പകുതി റൊട്ടേഷനിൽ കൂടി നമുക്ക് പുറത്തേക്ക് പോകുന്നത് പോലെയായിരിക്കും. ഇതാണ് റൂട്ട് പമ്പ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാകും. പിന്നെ ഇതിനകത്ത് വന്നിട്ട് നമ്മൾ കേസിംഗ് എന്ന് പറഞ്ഞില്ലായിരുന്നു, ആ കേസിങ്ങിൻ്റെ ഉള്ളിലാണ് എന്ത് കറങ്ങുന്നത്, ഈ റൂട്ട് വന്നിട്ട് ലോബേഴ്സ് എന്ന് പറഞ്ഞ സാധനം വന്നിട്ട് കറങ്ങുന്നത്. ഇത് കറങ്ങുന്നത് കൊണ്ട് നമുക്ക് ഫ്രിക്ഷൻസ് ഒന്നും ക്രിയേഷൻസ് ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ഓയിലൊന്നും ഇതിനകത്ത് വേണമെന്നില്ല ഈ മോട്ടർ കറങ്ങാനായിട്ട്. അതാണ് ഇതിൻ്റെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്. അടുത്തൊരെണ്ണം നമ്മൾ പഠിക്കാൻ പോകുന്നത് റോട്ടറി വാൻ പമ്പ് എന്ന് പറഞ്ഞിട്ട്, അതിനകത്ത് വന്നിട്ട് ഫ്രിക്ഷൻസ് വന്നിട്ട് ക്രിയേറ്റഡ് ആകുന്നത് കൊണ്ട് നമുക്ക് അവിടെ വന്നിട്ട് ഓയിലും കൂടി നമുക്ക് മിക്സിങ് ചെയ്തെങ്കിൽ മാത്രമേ കറക്റ്റായിട്ടുള്ള ഒരു ഫ്ലോ വന്നിട്ട് നടക്കത്തുള്ളൂ. ഇതിനകത്ത് വന്നിട്ട് ലോബേഴ്സ്ക്കും
ആ കേസിങ്ക്കും അല്ലെങ്കിൽ 2 ലോബർക്കും ഇടയിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് 0.010 ഇഞ്ച് അത്രയ്ക്കുമേ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ടാണ് ഫ്രിക്ഷൻസ് ഒന്നും ഇല്ലയെന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആക്ഷൻസിനെ കുറിച്ചിട്ടാണ്, വർക്കിങ്ങിനെ കുറിച്ചിട്ടാണ് ഈ പാരഗ്രാഫിൽ നമുക്ക് പറഞ്ഞിരിക്കുന്നത്. ഇത് ഇതേപോലെ തന്നെ എഴുതണം എന്നില്ല മക്കളെ. കൺസ്ട്രക്ഷൻ വർക്കിംഗ് വന്നിട്ട് നിങ്ങൾ വേറെ ബുക്കിൽ നിന്ന് നെറ്റിൽ നിന്ന് എടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് വന്നിട്ട് ജസ്റ്റ് ഒരു ആനിമേഷൻ ഞാൻ കാണിച്ചു തരാവേ.